ഹായ് ഓൾ, ലേൺ വിത്ത് പുണ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയിൻ അസസ്മെന്റ് ആണ് കേട്ടോ. പെയിൻ അസസ്മെന്റ് നമ്മുടെ ഓസ്കിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ പെയിൻ അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല. വളരെ നല്ല സ്റ്റേഷനാണ്, എല്ലാവരും അത്യാവശ്യം പാസ്സായി പോകുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഈസിയാണ് കേട്ടോ. മൈ നെയിം ഈസ് പുണ്യ, വെൽക്കം ടു ദ വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പെയിൻ അസസ്മെന്റ് ആണ്. വളരെ നല്ല സ്റ്റേഷനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. കാരണം എല്ലാവരും പാസ്സായി പോകും. എസ്പെഷ്യലി എനിക്ക് കിട്ടിയ സ്റ്റേഷനാണ്. എൻ്റെ എക്സാമിന് എനിക്ക് എൻഡ് ഓഫ് ലൈഫ് ആയിരുന്നു സിനാരിയോ. അപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റേഷനാണ് പെയിൻ അസസ്മെൻറ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്റ്റേഷനാണ് പെയിൻ അസസ്മെൻറ്റ്. ഇതിൽ ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഇല്ല. നിങ്ങൾക്ക് പെർഫോം ചെയ്ത് കാണിക്കാൻ, അഭിനയിച്ച് അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാനും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെയിൻ അസസ്മെൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആക്ടർ വന്നവിടെ ഇരിക്കും. ആക്ടറിനോട് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ച് ആക്ടർ പറയും. ആക്ടറിനോട് കുറച്ച് എംപത്തറ്റിക് ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. ഇത് OET സ്പീക്കിംഗ് ചെയ്തവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിരിക്കും. കാരണം അവരിങ്ങനെ എമ്പതി മറ്റതൊക്കെ കാണിച്ച് നല്ല ശീലമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത്. അപ്പോൾ പെയിൻ അസസ്മെൻറ്റിലേക്ക് നമുക്ക് നോക്കാം. പെയിൻ അസസ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പെയിൻ ഒരു വൈറ്റൽ സൈൻ ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ന്യൂസ് സ്കോറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പെയിൻ ഒരു വൈറ്റൽ സൈൻ ആണ്. കാരണം പെയിൻ ക്യാൻ ഇൻഫ്ലുവൻസ് അതർ വൈറ്റൽ സൈൻസ്. ലൈക്ക് പെയിൻ കൂടുതലാണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെ പെയിൻ ക്യാൻ ഇൻഫ്ലുവൻസ് അതർ വൈറ്റൽ സൈൻസ് ഓൾസോ. സോ പെയിനിൽ നമുക്ക് മറ്റുള്ള വൈറ്റൽ സൈൻസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതിന് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ എത്രയാണെന്ന് പേഷ്യനോട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് തെർമോമീറ്റർ വെച്ചിട്ട് നോക്കാം. ഹാർട്ട് റേറ്റ്, അത് നമുക്ക് മെഷീനുണ്ട് അല്ലേ. ഹാർട്ടിൻ്റെ റേറ്റ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ബ്ലഡ് പ്രഷറും അത് തന്നെ മെഷീനുണ്ട് നോക്കാം. അപ്പം അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ, പേഷ്യൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് മെഷീൻസ് ഉണ്ട്. ഇൻ കേസ് അകത്ത് നടക്കുന്ന റെസ്പിറേഷൻ്റെ പ്രശ്നങ്ങളായാലും എല്ലാം നോക്കാൻ സ്റ്റെതസ്കോപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ. പക്ഷെ പെയിൻ അസസ് ചെയ്യാൻ നമുക്ക് മാർഗങ്ങളൊന്നും കറൻ്റ്ലി ഹോസ്പിറ്റലിൽ ഇല്ല. പെയിൻ അവർക്ക് മാത്രമേ, ആ അനുഭവിക്കുന്ന പേഷ്യൻറ്റിന് മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അനുഭവിക്കുന്ന പേഷ്യൻ്റിൽ അനുഭവിക്കുന്ന ആളിന് മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ പെയിൻ്റെ ഡിഗ്രി ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം 38 ഡിഗ്രി ആണെങ്കിൽ എല്ലാവർക്കും ഫീവറാണ് അല്ലേ. അത് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കും എഫക്റ്റ് ആവുന്നത്. പക്ഷേ പെയിൻ്റെ ഡിഗ്രി പലരിലും പലതാണ്. ചിലർക്ക് നല്ല പെയിൻ കൺട്രോൾ ഉള്ളവർ, അപ്പോൾ അവരോട് നമ്മൾ പെയിൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാലും വലിയ പെയിൻ ആണെങ്കിൽ കൂടെ അവർ പറയും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്, കുറച്ച് പെയിൻ റിലീഫ് തന്നാൽ മതി എന്ന് പറയും അല്ലേ. ചിലർ ഒട്ടും പെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനേ അവർക്ക് പറ്റത്തില്ല. അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് ചെറിയൊരു വേദന വന്നപ്പോഴേ അവർ കരയും, അവർ ഒരുപാട് പെയിൻ റിലീഫ് ചോദിക്കും, പെയിൻ കില്ലർ താന്നിങ്ങനെ അതിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ മനുഷ്യരിലും ഡിഫറെൻ്റ് ആണ്. പ്ലസ് പെയിൻ അസസ് ചെയ്യാൻ നമുക്ക് കറൻ്റ്ലി ഹോസ്പിറ്റൽസിൽ സംഭവങ്ങളൊന്നുമില്ല, ലൈക്ക് മിഷനറീസ് ഒന്നുമില്ല. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ആ അനുഭവിക്കുന്ന വ്യക്തിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ ഡിഗ്രി എത്രത്തോളമാണ്, അതിൻ്റെ സിവിയറിറ്റി എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയറാണ് പെയിൻ അസസ്മെൻറ്റ്. അപ്പോൾ പെയിൻ അസസ്മെൻറ്റ് വലിയൊരു വൈറ്റൽ പാർട്ടാണ് വഹിക്കുന്നത്. അപ്പോൾ പെയിൻ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെയിൻ അസസ്മെൻറ്റ് പോകുന്നത് PQRST മെത്തേഡ് വഴിയാണ്. PQRST മെത്തേഡ് വഴിയാണ് പെയിൻ അസസ് ചെയ്യുന്നത്. അപ്പോൾ PQRST മെത്തേഡിൽ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫുൾ ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഐ ആം ഗോയിങ് ടു അസസ് യുവർ പെയിൻ അക്കോർഡിംഗ് ടു PQRST മെത്തേഡ് എന്ന് തന്നെ നിങ്ങൾ ആ ആക്ടറിനോട് പറയണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എക്സാമിനറിന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ ഡയറക്റ്റ് Pയിലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങരുത്. ഞാൻ PQRST മെത്തേഡിലാണ് നിന്നെ അസസ് ചെയ്യാൻ പോകുന്നത്, P എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, Q എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാൻ. എന്നാലേ നമുക്കിതൊക്കെ അറിയാമെന്ന് എക്സാമിനറിന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. സോ PQRSTയിൽ P മീൻസ് പ്രവോക്ക് എന്നാണ് കേട്ടോ. Q മീൻസ് ക്വാളിറ്റി ഓഫ് ദ പെയിൻ. R മീൻസ് റേഡിയേഷൻ, പെയിൻ്റെ മൂവ്മെൻറ്റ്, റേഡിയേറ്റിംഗ് എന്നാണ് അർത്ഥം കേട്ടോ. PQR. S മീൻസ് സിവിയറിറ്റി ഓഫ് ദ പെയിൻ. T മീൻസ് ടൈം ആണ് കേട്ടോ, ടൈം. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ PQRST മെത്തേഡിൽ പെയിൻ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ P ആണ് എടുക്കുന്നത് കേട്ടോ. P മീൻസ് പ്രവോക്ക്. ഈ വേദന, പ്രവോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നീ എന്നെ പ്രവോക്ക് ചെയ്യല്ലേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നീ എന്നെ പ്രവോക്കാക്കി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പെയിൻ്റെ പ്രവോക്കിനകത്ത് എന്തായിരിക്കും? പെയിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ഈ പെയിൻ വരാനുള്ള കാരണമാണ് ചോദിക്കുന്നത്.
അപ്പോൾ പ്രൊവോക്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേഷ്യൻ്റ് പറയാം ലെറ്റ്സ് വി ക്യാൻ മൂവ് ടു പ്രൊവോക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കി പഠിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ പറയുന്നുണ്ട്. പ്രൊവോക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് ദ പെയിൻ, ക്യാൻ യു പോയിന്റ് ഇറ്റ് ഔട്ട്. എവിടെയാണ് വേദന, നിനക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാമോ, നിനക്കൊന്ന് തൊട്ട് കാണിക്കാവോ എന്ന് ചോദിക്കണം കേട്ടോ. വേർ ഈസ് ദ പെയിൻ, ക്യാൻ യു പോയിന്റ് ഔട്ട്. അപ്പോൾ ആക്ടർ നമ്മളോട് പറയും കേട്ടോ, എനിക്ക് ഭയങ്കര വേദന, എൻ്റെ കാലിലാണ് വേദന, കാലിൻ്റെ ഈ ഭാഗത്താണ് വേദന, അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ കയ്യിലാണ് വേദന, കൈയുടെ ഈ ഭാഗത്താണ് വേദന എന്നൊക്കെ അവർ തൊട്ട് കാണിക്കും കേട്ടോ. പിന്നെ ആക്ടർ എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ആക്ട് ചെയ്യും. അവർ കുറേ സിംറ്റംസും കുറേ സങ്കടങ്ങളും ഒക്കെ പറയും കേട്ടോ. അപ്പം നമ്മളൊരു നേഴ്സാണ് അല്ലേ, നമ്മൾ ഈ പെയിൻ അസസ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതല്ല. ഓരോ ക്വസ്റ്റ്യനും ചോദിക്കുമ്പം അവർ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അവരെ സമാധാനിപ്പിക്കണം. ആ സമാധാനിപ്പിക്കാനുള്ള ഡയലോഗ് അറ്റ് ദ എൻഡ് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോൾ സമാധാനിപ്പിക്കാനുള്ളതെന്ന്. ഇപ്പം നമുക്ക് പെയിൻ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മേക്ക് ഷുവർ നിങ്ങൾ പെയിൻ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അവർ കുറേ സങ്കടം ഇങ്ങോട്ട് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ നെക്സ്റ്റ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. കുറച്ച് എമ്പതി അവിടെ കാണിക്കണം, കുറച്ചൊന്ന് അവരെ കംഫർട്ട് ആക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാവൂ കേട്ടോ. ഓക്കെ, അപ്പം പ്രൊവോക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വേർ ഇസ് ദ പെയിൻ, ക്യാൻ യു പോയിന്റ് ഔട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് കോസസ് ദ പെയിൻ. ഇതെന്താണ് ഈ വേദനയ്ക്ക് കാരണം, വാട്ട് കോസസ് ദ പെയിൻ. അപ്പോൾ അവർ പറയും ഞാൻ ഇഞ്ചറായി സെൽഫായി, കാരണം ഞാൻ ഫോളായപ്പോൾ കാലൊടിച്ചു, അങ്ങനെ വേദനയായി എന്നൊക്കെ എന്തെങ്കിലും റീസൺസ് അവർ പറയും കേട്ടോ. വാട്ട് കോസസ് ദ പെയിൻ, ഈ വേദനയുടെ കാരണം എന്താണ്, എവിടെയെങ്കിലും ഇടിച്ചതാണോ, ചതഞ്ഞതാണോ, അല്ലെങ്കിൽ കൈ പൊള്ളിയതാണോ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ റീസൺ കേട്ടോ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് മേക്ക് ഇറ്റ് ബെറ്റർ. ഇതിനെ എന്താണ് ബെറ്റർ ആക്കുന്നത്, ഈ വേദനയെ ബെറ്റർ ആക്കുന്നത് എന്താണ്. ഇപ്പോൾ ചിലർ പറയും ഇപ്പോൾ കാലിലൊക്കെയാണ് വേദനയ്ക്ക് കാൽ ഒരേ പൊസിഷനിൽ ഇങ്ങനെ നിർത്തി വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്താൽ എൻ്റെ പെയിൻ കുറയും, ഞാൻ അനങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വേദന കൂടും, സോ റെസ്റ്റ് എടുക്കുന്നതാണ് ഇനി ഇത് ബെറ്റർ ആക്കുന്നതെന്ന് അവർ മറുപടി പറയും കേട്ടോ. വാട്ട് മേക്ക് ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് മേക്ക് ഇറ്റ് വേഴ്സ്. ഇതിനെ വേഴ്സ് ആക്കുന്നത് എന്താണ് കേട്ടോ. അപ്പോൾ അവർ പറയും മൂവ്മെൻറ്റ്, ഒന്നെങ്കിൽ എൻ്റെ കാലിലാണ് വേദന, റെസ്റ്റ് എടുക്കുമ്പോഴാണ് കുറയുന്നത്, ഞാൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വേദന സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയും കേട്ടോ. അപ്പോൾ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ടച്ച്, ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേദന വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, വാട്ട് മേക്ക് ഇറ്റ് വേഴ്സ്, ഇതിനെ വേഴ്സ് ആക്കുന്നത് എന്താണ്. ഈ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവോക്കിലുള്ളത് കേട്ടോ. ഈ 4 ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കണം, 4 ക്വസ്റ്റ്യനും പേഷ്യനോട് ചോദിക്കുകയും വേണം കേട്ടോ. 4 അവർ മറുപടി പറയും, അവരെ കുറച്ച് സമാധാനിപ്പിക്കാനുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അത് സമാധാനിപ്പിക്കുകയും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ക്വാളിറ്റി. ക്യൂ മീൻസ് ക്വാളിറ്റി ഓഫ് ദ പെയിൻ. ഈ വേദനയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കാം, ഹൗ ഡസ് ദിസ് പെയിൻ ഫീൽ ലൈക്ക്. ഈ വേദന നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഹൗ ഡസ് ദിസ് പെയിൻ ഫീൽ ലൈക്ക് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം അതിന് 2 എക്സാമ്പിളോട് ആഡ് ചെയ്തതാണ്. ഈസ് ഇറ്റ് എ ഷാർപ്പ്, സ്റ്റാബിങ്, ക്രഷിങ് ഓർ ബേണിങ് ഓർ ഷൂട്ടിങ് പെയിൻ എന്ന് ചോദിക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ നിങ്ങളുടെ മുടിയിൽ വലിക്കുന്ന വേദന, അല്ലെങ്കിൽ കയ്യിൽ പെൻസിൽ കുത്തുന്ന വേദന, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കൈ പൊള്ളിയ വേദന, അല്ലെങ്കിൽ കയ്യിൽ ഇടിക്കുന്ന വേദന, ഈ വേദനകളൊക്കെ ഡിഫറെൻ്റ് അല്ലേ. ലൈക്ക് മുള്ളു കൊള്ളുന്ന വേദന ഡിഫറെൻ്റ് ആണ്, ഇടിക്കുന്ന വേദന ഡിഫറെൻ്റ് ആണ്, തലവേദന ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് വേദനയാണ്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഹൗ ഡസ് ദ പെയിൻ ഫീൽ ലൈക്ക്. ത്രോബിങ് ആണോ, അതായത് തല വിങ്ങുന്നു എന്നൊക്കെ പറയത്തില്ലേ, ത്രോബിങ് പെയിൻ ആണോ, ഷൂട്ടിംഗ് പെയിൻ, അതായത് കുത്തി ഇറങ്ങുന്ന വേദനയാണോ, ചിലർ പറയും കൊളുത്തി പിടിച്ച് വലിക്കുന്ന വേദനയാണെന്നൊക്കെ പറയും അല്ലേ. അപ്പം അങ്ങനെ 2-3 എക്സാമ്പിളോട് ചേർത്ത് ചോദിക്കുക, ഹൗ ഡസ് ദ പെയിൻ ഫീൽ ലൈക്ക്, എങ്ങനെയാണ് ഈ വേദന നിങ്ങൾക്ക് ഫീൽ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻ്റ് പറയും എലിഫൻറ്റ് സ്റ്റാൻഡിങ് പെയിൻ അല്ലേ, ആന നെഞ്ചത്ത് നിൽക്കുന്ന വേദനയാണെന്നാണ് പറഞ്ഞത്, എലിഫൻറ്റ് സ്റ്റാൻഡിങ് പെയിൻ എന്നാണ് പറഞ്ഞത്. സോ അതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് സ്റ്റാബിങ്, ത്രോബിങ്, ക്രഷിങ്, അങ്ങനെ 2-3 എക്സാമ്പിളോട് ആഡ് ചെയ്ത് ചോദിക്കുക എങ്ങനെയാണ് ഈ പെയിൻ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദിസ് പെയിൻ ഇൻറ്റൻസ്. ഈ വേദന അങ്ങ് ഇൻറ്റൻസ് ആണോ എന്നാണ് കേട്ടോ. അതായത് സഹിക്കാൻ പറ്റാത്ത വേദനയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ കുറേ സങ്കടം പറയാൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ആക്ടർ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് എമ്പതി കാണിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനിപ്പിക്കുന്ന വേർഡ്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ പിയും കഴിഞ്ഞു, ക്യൂവും കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ആർ മീൻസ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, മൂവ് ചെയ്യുന്ന സാധനം, റേഡിയേറ്റിംഗ്. ഈ വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഈസ് ഇറ്റ് ഇൻ വൺ പ്ലേസ്, ഡസ് ഇറ്റ് മൂവ് അറൗണ്ട്, ഡസ് ഇറ്റ് സ്റ്റാർട്ട് സംവെയർ എൽസ്. ഈസ് ഇറ്റ് ഇൻ വൺ പ്ലേസ്, ഇതൊരു സ്ഥലത്ത് തന്നെയാണോ വേദന. ചിലർ പറയും നെഞ്ചിന് ഈ ചെസ്റ്റ് പെയിൻ, എക്സാമ്പിൾ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ പെയിൻ നമുക്കറിയാം അല്ലേ. സെൻട്രലൈസ്ഡ് ചെസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡർ ടു ബാക്ക് അല്ലേ, തോളിലേക്ക് പോവും അല്ലെങ്കിൽ കയ്യിലേക്ക് പോയിട്ട് ബാക്കിലൊക്കെ ആയിരിക്കും പെയിൻ കൂടുന്നത്, മൂവ് ചെയ്യും അല്ലേ. അപ്പം
ഈസ് ഇറ്റ് ഇൻ വൺ പ്ലേസ്, ഇത് ഒരു സ്ഥലത്ത് തന്നെയാണോ ഈ വേദന, അത് അല്ലെങ്കിൽ എന്താണ് ചോദിക്കുക, ഡസ് ഇറ്റ് മൂവ് അറൗണ്ട്, ഇത് മൂവ് ചെയ്യുന്നുണ്ടോ. ഇപ്പം വയറ്റിലാണോ വേദന, വയറ്റിൽ നെഞ്ചത്ത് കയറുന്നു, നെഞ്ചത്തുനിന്ന് വയറ്റിൽ ഇറങ്ങുന്നു, അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നേക്കാം അല്ലേ, അങ്ങനെ ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഓർ ഡസ് ഇറ്റ് സ്റ്റാർട്ട് സംവെയർ എൽസ്, ഇത് വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. ചിലർക്ക് നടുവിൻ്റെ വേദന കാലിലോട്ട് ഇറങ്ങുന്നു പറയാം അല്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നടുവിലായിരിക്കും, വേദന എടുക്കുന്നത് കാലിനായിരിക്കും. അപ്പോൾ അതിൽ ഡസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം സംവെയർ എൽസ്, ഇത് വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണോ, ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അതാണ് റേഡിയേഷനിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സിവിയറിറ്റി. സിവിയറിറ്റി ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിവിയറിറ്റി ചോദിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സൽ പെയിൻ സ്കെയിൽ സ്കോർ ആണ് ചോദിക്കേണ്ടത് കേട്ടോ. സിവിയറിറ്റിക്കകത്ത് ചോദിക്കേണ്ടത് കൺസിഡർ എ സ്കെയിൽ, 0 is the smallest pain and 10 is the worst pain, how could you rate your pain എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. കൺസിഡർ ഒരു സ്കെയിലിൽ 0 ആണ് ഏറ്റവും ചെറിയ വേദന, 10 ആണ് ഏറ്റവും വലിയ വേദന, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പെയിനെ റേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഹൗ കുഡ് യു റേറ്റ് യുവർ പെയിൻ, ഇങ്ങനെ തന്നെ അത് ചോദിക്കണം. 0 is the smallest, 10 is the worst, how could you rate your pain. അപ്പോൾ അവർ 6 എന്നോ 7 എന്നോ 8 എന്നോ എന്താണെന്ന് വെച്ചാൽ പറയും. അപ്പോൾ നമുക്ക് കുത്തിക്കുറിക്കാനൊരു പേപ്പർ ഉണ്ട്, അതിൽ നമുക്ക് പെയിൻ സ്കോർ എഴുതി വെക്കാം കേട്ടോ. എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാതെ ഡോക്യുമെൻറ്റേഷൻ ഒന്നും സെപ്പറേറ്റ് ഇല്ല. നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ ചോദിക്കുന്നത് ടി മീൻസ് ടൈം കേട്ടോ. ടൈമിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത് വെൻ ഡിഡ് ദ പെയിൻ സ്റ്റാർട്ട്, എന്നാണിത് തുടങ്ങിയത്. അപ്പോൾ അവർ പറയും ഒരാഴ്ചയായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു, ഇതുവരെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അവരെ കുറേ സങ്കടങ്ങൾ പറയും കേട്ടോ. അപ്പോഴൊക്കെ അവരെ സമാധാനിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റഡ്, ഇത് എത്ര നേരം ഇരിക്കും ഈ വേദന. അതായത് ചിലർ പറയും ഒരു വേദന ഇങ്ങനെ വരും, 5 മിനിറ്റ് ഞാൻ അങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വേദന അങ്ങ് പോകും എന്നൊക്കെ പറയും അല്ലേ. അപ്പം ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്, ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴാണോ 2 മണിക്കൂർ കഴിയുമ്പോഴാണോ എത്ര നേരം കഴിയുമ്പോഴാണ് ഇത് ഡൗൺ ആവുന്നത്, ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്. പിന്നെ ഉള്ളത് ഈസ് ഇറ്റ് കോൺസ്റ്റൻറ്റ്, ഇത് അവിടെ തന്നെ നിൽക്കുകയാണോ. അതായത് ചിലർ പറയും വേദന വന്ന് വേദന ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും, ഒന്ന് അവർ റെസ്റ്റ് എടുത്താലോ അവർ എന്ത് ചെയ്താലും പോകത്തില്ല അല്ലേ, അവിടെ വേദന ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈസ് ഇറ്റ് കോൺസ്റ്റൻറ്റ്. അടുത്ത് വരുന്ന ഡസ് ഇറ്റ് കം ആൻഡ് ഗോ, ഇത് വന്നു പോകുന്ന വേദനയാണോ. ചില അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടില്ലേ, വയറുവേദന വരും, 10 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേന് അതങ്ങ് പോവും, പിന്നെ ഒന്ന് നടന്നാൽ പിന്നെയും വരും, പിന്നെ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ പോവും, അങ്ങനെയൊക്കെ കേട്ടില്ലേ. അതാണ് കം ആൻഡ് ഗോ ആണോ, വന്നു പോകുന്ന വേദനയാണോ. ഈസ് ഇറ്റ് സഡൻ ഓർ ഗ്രാജുവൽ, ഇത് സഡൻ ആണോ ഗ്രാജുവൽ ആണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ചിലർ പറഞ്ഞിട്ടില്ലേ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു നെഞ്ചിനാണ്, അങ്ങനെ പറയില്ലേ, അതാണ് സഡൻ. പെട്ടെന്ന് വരുന്ന വേദന, പെട്ടെന്ന് വരും, അങ്ങ് ഇൻറ്റൻസ് ആയിരിക്കും, അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതാണ് സഡൻ പെയിൻ. ഗ്രാജുവൽ പെയിൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു, പക്ഷെ ഉച്ചയായപ്പോഴത്തെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, കൂടി അങ്ങ് സഹിക്കാൻ പറ്റാതായി ഹോസ്പിറ്റലിൽ വന്നതെന്ന് കേട്ടില്ലേ, അതാണ് ഗ്രാജുവൽ പെയിൻ. തുടങ്ങുന്നത് ചെറുതായിട്ടായിരിക്കും, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പം സഹിക്കാൻ പറ്റാത്ത പെയിനായിട്ട് മാറും, അതാണ് ഗ്രാജുവൽ പെയിൻ. സഡൻ പെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന പെയിൻ. ഇത് സഡൻ ആണോ ഗ്രാജുവൽ ആണോ എന്ന് ചോദിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടൈമിലുള്ളത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇതിനെല്ലാം അവർ ഓരോ മറുപടികൾ പറയും. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് ബാലൻസ് ആക്കി പോകണം അല്ലേ. അപ്പം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുമ്പോൾ ടെൻഷൻ ആയിരിക്കും, ഇവരിങ്ങനെ കുറേ സങ്കടം പറയുന്നു, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരെ ഇൻട്രപ്റ്റ് ചെയ്ത് നമ്മൾ കയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കരുത്. അവർക്ക് കുറച്ച് കംഫർട്ടും ഒരു കോൺവെർസേഷൻ എന്ന രീതിയിൽ വേണം പെയിൻ അസസ്മെൻറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി സമാധാനിപ്പിക്കാനുള്ള വേർഡ്സ് കാര്യങ്ങൾ നമുക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ തന്നെ താഴെ കിടപ്പുണ്ട് കേട്ടോ, നോക്കുക. അക്നോളജ് ദ പേഷ്യൻറ്റ് ഈസ് ഇൻ ഡിസ്കംഫർട്ട് ആൻഡ് ഓഫേഴ്സ് ടു മേക്ക് ദം മോർ കംഫർട്ടബിൾ ബൈ റീപൊസിഷനിങ്. അവർ പെയിനിലാണെന്ന് അക്നോളജ് ചെയ്യുക. എങ്ങനെ അക്നോളജ് ചെയ്യും? നമുക്ക് പറയാം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ പെയിൻ, യു ആർ ഇൻ ലോട്ട് ഓഫ് പെയിൻ, ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്. അങ്ങനെയാണ് നമ്മളത് അക്നോളജ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി നീ ഭയങ്കര വേദനയിലാണെന്ന്, എനിക്കത് കേൾക്കുന്നതിൽ സങ്കടമുണ്ട് എന്നാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത് കേട്ടോ. അല്ല അവർ ഐ മീൻ പെയിൻ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് റെസ്പോണ്ട് ചെയ്യരുത് കേട്ടോ. നമ്മളതിനെ കുറച്ചൊരു എക്സ്പ്രഷൻ ഇടണം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ ലോട്ട് ഓഫ് പെയിൻ, ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്നുള്ള ഒരു റെസ്പോൺസ് അക്നോളജ് ചെയ്യണം. അവരുടെ പെയിൻ, അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പം തന്നെ അവർക്കൊരു റീഅഷുറൻസ് ആയിരിക്കും. പ്ലസ് നമ്മളെന്താ ഓഫർ ടു മേക്ക് ദം മോർ കംഫർട്ടബിൾ ബൈ റീപൊസിഷൻ. അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുക അവരെ മോർ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി. അപ്പോൾ പെയിൻ്റെ കാര്യം വേർ ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് ഭയങ്കര വേദന, കാലിലാണ് വേദന എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഐ ഓഫർ യു എ പില്ലോ, യു ക്യാൻ പ്ലേസ് ദ ലെഗ് എലിവേറ്റഡ് ഇൻ ദ പില്ലോ, ദാറ്റ് വിൽ ഗീവ് യു മോർ കംഫർട്ടബിൾ, ആർ യു ഓക്കെ ടു യൂസ് ദാറ്റ്. അങ്ങനെയൊക്കെ ഒരു പില്ലോയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓഫർ ചെയ്ത് നോക്കുക കേട്ടോ. ആക്ടർ അത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട അമ്മ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്യാവുന്നതാണ്. ആസ് പേഷ്യൻറ്റ്
വെദർ ദേ ഹാഡ് എനി അനാൾജസിയ ആൻഡ് സ്റ്റേറ്റ് വിൽ അറേഞ്ച് ഫോർ സ്യൂട്ടബിൾ അനാൾജസിയ. പേഷ്യനോട് ചോദിക്കുക എന്തെങ്കിലും അനാൾജസിയ എടുത്തായിരുന്നു, എന്തെങ്കിലും പെയിൻ റിലീഫ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഡോണ്ട് വറി, ഐ വിൽ അറേഞ്ച് സ്യൂട്ടബിൾ അനാൾജസിയ ഫോർ യു, ഐ വിൽ ഗെറ്റ് ആൻ പ്രിസ്ക്രിപ്ഷൻ ഫോർ യു എന്ന് പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അടുത്ത് ഐഡന്റിഫൈ ദ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ടീം ഓർ ഡോക്ടർ. നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീമിനോട് എസ്കലേറ്റ് ചെയ്യും എന്ന് പേഷ്യനോട് പറയുക കേട്ടോ. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കുറേ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം ഡോണ്ട് വറി, ഐ നോ യു ആർ ഇൻ ലോട്ട് ഓഫ് പെയിൻ, ഐ ക്യാൻ എസ്കലേറ്റ് ദാറ്റ് ടു ദ ഡോക്ടർ ആൻഡ് നഴ്സ് ഇൻ ചാർജ്. ഐഡന്റിഫൈ ദ നീഡ് ഫോർ റെഗുലർ റീഅസസ്മെന്റ്. ഞാൻ റെഗുലർ റീഅസസ്മെന്റ് ചെയ്യും എന്ന് പറയും കേട്ടോ. പെയിനുള്ള പേഷ്യന്റിന് പെയിൻ റിലീഫ് കൊടുത്തു കഴിഞ്ഞ് 30 മിനിറ്റിനുള്ളിൽ റീഅസസ് ചെയ്യണം കേട്ടോ, പെയിൻ പോയോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് പെയിൻ ലാഡറിലുള്ള അടുത്ത മെഡിസിൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ പേഷ്യനോട് പറയാം ഡോണ്ട് വറി, ആഫ്റ്റർ ഗിവിംഗ് പെയിൻ കില്ലർ വിത്തിൻ 30 മിനിറ്റ്സ് ഐ വിൽ റീഅസസ് യു ടു ചെക്ക് വെദർ യുവർ പെയിൻ കം ഡൗൺ ഓർ നോട്ട്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞ് നിന്നെ റീഅസസ് ചെയ്യാം, നിന്റെ വേദന കുറഞ്ഞോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് റീഅസസ്മെന്റിന്റെ കാര്യം അവരെ ഇൻഫോം ചെയ്യുക. അതൊക്കെ അവർക്കൊരു സമാധാനിപ്പിക്കുന്ന രീതിയിലായിട്ട് അവർക്കത് ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റ് ദ നീഡ് ടു ഡോക്യുമെന്റ് ഫൈൻഡിങ്സ് ആക്യുറേറ്റ്ലി ആൻഡ് ക്ലിയർലി ഇൻ പേഷ്യന്റ് നോട്ട്സ് ഓർ ചാർട്ട്. അപ്പോൾ പേഷ്യനോട് പറയുക ഡോണ്ട് വറി, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ പെയിൻ, ഐ വിൽ ഡോക്യുമെന്റ് ദ സിവിയറിറ്റി ഓഫ് ദ പെയിൻ ഇൻ യുവർ നോട്ട്സ് സോ ദ നെക്സ്റ്റ് കമ്മിങ് നേഴ്സ് ഓൾസോ വിൽ അണ്ടർസ്റ്റാൻഡ് ദ സിവിയറിറ്റി ഓഫ് ദ പെയിൻ. ഞാൻ നിന്റെ വേദന എത്രത്തോളം ഡിഗ്രി ഉണ്ടെന്നുള്ളതും നിന്റെ പെയിൻ സ്കോറും ഒക്കെ ഞാൻ നിന്റെ ചാർട്ടിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് കമ്മിങ് നേഴ്സിനും നിന്റെ പെയിൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസ്കസ് ദ അസസ്മെന്റ് ആൻഡ് റീഅഷർ ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ റീഅഷർ ചെയ്യുക. ഡോണ്ട് വറി, ലെറ്റ് മീ ഫിനിഷ് ദിസ് അസസ്മെന്റ് ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ യു. ഈ അസസ്മെന്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, നിനക്ക് ഉറപ്പായിട്ട് ഞാൻ പ്രിസ്ക്രിപ്ഷൻ ഒബ്റ്റെയിൻ ചെയ്ത് തരും പെയിൻ റിലീഫിൻ്റെ എന്ന് പറഞ്ഞ് അവരെ റീഅഷർ ചെയ്യുക. ഐ ആം വിത്ത് യു ഓൾവേസ്, ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു, ഹിയർ ഈസ് ദ കോൾ ബെൽ, യു ക്യാൻ പ്രസ് ദ കോൾ ബസർ എന്നെവർ യു നീഡഡ്, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് കംഫർട്ടൊക്കെ കൊടുക്കുക. സോ ഇത്രയും ഡിസ്കസ് ചെയ്ത ഈ കംഫർട്ട് ഡയലോഗ്സ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ മാറ്റി പറയാം. അത്രയൊക്കെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, പറയാനുള്ള കംഫർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തപ്പേണ്ടി വരും, പ്ലസ് നമ്മൾ ചിന്തിച്ച് വേർഡ്സ് ഉണ്ടാക്കി പറയേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരെണ്ണം തന്നെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പലത് പറയണമെങ്കിൽ നമ്മൾ പല കംഫർട്ടിങ് മെത്തേഡ്സ് പഠിച്ചിട്ട് പോകണം കേട്ടോ. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ ഓരോരോന്നെടുത്ത് സമാധാനിപ്പിക്കുക. അങ്ങനെ ഓരോ വേർഡ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സമാധാനിപ്പിച്ച് വേണം നമ്മുടെ പെയിൻ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇതുവരെ പെയിൻ അസസ്മെൻറ്റിൻ്റെ ടൈം ലിമിറ്റ് പറഞ്ഞില്ല. 6 മിനിറ്റ്സ് ആണ് പെയിൻ അസസ്മെൻറ്റിൻ്റെ ടൈം ലിമിറ്റ്. സോ 6 മിനിറ്റിനുള്ളിൽ 6 മിനിറ്റ് എന്ന് പറയും, നമ്മൾ ഇൻട്രൊഡക്ഷനും എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് 6 മിനിറ്റ് കുറവായിരിക്കും. കാരണം ഏകദേശം 5 മിനിറ്റ് സംസാരിക്കാനുള്ളൂ. അതിനിടയ്ക്ക് ആക്ടർ ഒരുപാട് സംസാരിക്കുകയും ചെയ്യും, അപ്പോൾ നമുക്ക് ടെൻഷനും വരും. സോ ക്വസ്റ്റ്യൻസ് വെട്ടിക്കുറയ്ക്കില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കണം. കാരണം അവർക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ ടിക്ക് ഇടാനുണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ടിക്ക് ഇടും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വെട്ടിക്കുറയ്ക്കാനും പറ്റത്തില്ല, നമ്മൾ കംഫർട്ടിങ് മെഷേഴ്സ് കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ നേഴ്സ് അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും അവർക്ക് വരുന്നത്. സോ അതുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസും മാനേജ് ചെയ്യണം, കംഫർട്ടിങ്ങും മാനേജ് ചെയ്യണം കേട്ടോ. അങ്ങനെ 6 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന നല്ലൊരു പ്രൊസീജിയറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞ് താങ്ക്സ് പറഞ്ഞതിന് ശേഷം ഹാൻഡ് ഹൈജീൻ ചെയ്ത് പുറത്തിറങ്ങാവുന്നതാണ്. നമുക്ക് ഡോക്യുമെൻറ്റേഷനൊന്നുമില്ല, പിന്നെ നമുക്ക് അല്ലാതെ ചെയ്ത് കാണിക്കാനൊന്നുമില്ല. ഇത് വളരെ നല്ലൊരു സ്റ്റേഷനാണ്. സോ എല്ലാവരും പെയിൻ അസസ്മെൻറ്റിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക, PQRST മെത്തേഡ് പഠിക്കുക, ആൻഡ് ഓൾസോ പെയിൻ സ്കെയിൽ സ്കോർ ചോദിക്കാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം നമുക്കത് അസസ്മെൻറ്റിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേഷനിൽ PRN പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ പെയിൻ സ്കെയിൽ സ്കോർ ചോദിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് എല്ലായിടത്തും പെയിൻ അസസ്മെൻറ്റ് ഒരു ഇംപ്ലിക്കേഷനും വരുന്നുണ്ട്. സോ നന്നായിട്ട് പെയിൻ അസസ്മെൻറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, കംഫർട്ട് ചെയ്യാനുള്ള ഡയലോഗ്സും പഠിച്ചിട്ട് പോവുക. ആർക്കെങ്കിലും OSCE പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സ് കാണുന്ന മറ്റുള്ള സ്റ്റുഡൻസിനും പഠിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു, ബൈ.